അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതിൽ ഇതിൽ അട്രാക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. എന്താ ജസ്റ്റ് തോന്നുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ ലോ ക്ലാസ്സിന് ഓക്കെയാണ്. ചേട്ടാ പടം കണ്ടിട്ട് സൂപ്പർ. ആ ലോ ക്ലാസ്സിനും ഓക്കെ. ഹലോ ഫ്ലൈലേഴ്സ്, ഞാൻ ഇപ്പോൾ ഉള്ളത് രാംബാഗ് പാലസ് ഹോട്ടലിലാണ്. ഇത് ജയ്പൂരിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോട്ടലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നിതാ, ഇഷ്ടം പോലെ മയിലുകൾ. നമ്മളെ ദേശീയ പക്ഷിയാണ് മയിൽ. അതിങ്ങനെ ആളുകളുടെ കൂടെ നടന്നു പോകും. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ മെർസിഡീസ് ബെൻസിൻ്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് ഇന്ത്യയിൽ വന്നിട്ടുള്ള വണ്ടി EQA 250+ൻ്റെ മീഡിയ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഡ്രൈവ്. ഇവിടുന്ന് നമ്മൾ പോകുന്ന കിഷൻഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർബിൾ ക്വാറിയിലേക്കാണ്. ഒരു 100 കിലോമീറ്റർ വൺ സൈഡുള്ള ഡ്രൈവാണ്. എന്തായാലും നമുക്കൊരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓൺ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേ. നിങ്ങൾ കണ്ടല്ലോ, 93% ബാറ്ററി ചാർജിൽ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 462 കിലോമീറ്ററാണ് അവർ പറയുന്ന റേഞ്ച്. 505 കിലോമീറ്റർ വരെ മാക്സിമം ഉപയോഗിക്കാം. അതിനുള്ള രീതിയിലുള്ള റീക്യൂപ്പറേഷൻ ടെക്നോളജി എല്ലാം ഇതിലുണ്ട്. ഇൻ്റലിജൻറ്റ് റീക്യൂപ്പറേഷൻ ഉണ്ട്, നോർമൽ ഉണ്ട്, സ്ട്രോങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ പാലസ് നിന്നാണെങ്കിലും നമ്മൾ പോകുന്ന ഏകദേശം 100 കിലോമീറ്ററിൻ്റെ അടുത്തുള്ള കിഷൻഘാട്ട് സ്ഥലത്തേക്കാണ്. അവിടെ പോവും, തിരിച്ചു വരും. ഇതാണ് നമ്മുടെ ഡ്രൈവ്. അപ്പോൾ ഒരു 200 കിലോമീറ്റർ ആയിരിക്കും ഏകദേശം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡ്രൈവിൽ നമുക്ക് ഇതിൻ്റെ ഒരു റേഞ്ച് നമുക്ക് ബെഞ്ച് മാർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പോകുന്ന വഴിയിൽ സിറ്റി ഉണ്ട്, ഹൈവേ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് മോശമുള്ള റൂറൽ റോഡ്സും ഉണ്ട്. പക്ഷേ നമ്മളിപ്പം എന്തായാലും ഒരു ഫുള്ള് സിറ്റി എന്നുള്ള ഉപയോഗത്തിൽ നമ്മളൊന്നും കാണിക്കുന്നില്ല. അതാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിൻ്റെ മെയിൻ ഉപയോഗമായിട്ട് പറയുന്നത്. അതെല്ലാം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇവിടുന്ന് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് വണ്ടിയുടെ ലുക്സിലേക്ക് പോകാം. നമ്മളിതാ കിഷൻഗഞ്ചിലുള്ള ഈ കോറിയിൽ എത്തിയിരിക്കും. കോറി എന്ന് പറയുന്നത് മാർബിൾ കോറിയാണ്. നിങ്ങൾ കണ്ടല്ലോ, വൈറ്റ് കളറാണ്. ആൻഡ് ചെറിയൊരു ഓഫ് റോഡാണ് ചെയ്യുന്നത്. അടിപൊളി. ഫസ്റ്റ് ടൈം മാർബിൾ കോറിയിൽ വരുന്നത്. കുറേ ഫോട്ടോ എല്ലാം കണ്ടിട്ട് എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് സ്ഥലം? വളരെ ഡിഫറെൻറ്റ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പൊതുവേ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാറില്ല, ഫുള്ള് വൈറ്റായിട്ട്. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഭയങ്കര ഭംഗിയാണ്. ദോഷം എന്താ വെച്ചാൽ ചൂട് നല്ലോണം ഉണ്ട്, അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് നല്ലോണം വൈറ്റ്. ഇത് എന്ന് പറഞ്ഞാൽ കോറിയാണ്, മാർബിൾ കട്ട് ചെയ്തിരുന്ന സ്ഥലം. ഇപ്പം കട്ടിങ് ഇല്ല ഇവിടെ, പക്ഷേ ആ കട്ട് ചെയ്തെടുത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഇവിടെ നിൽക്കുന്ന വെള്ളം ബ്ലൂ കളറാണ്, ക്ലീൻ ആയിട്ടുള്ള സ്കൈ ആണ്, നല്ലൊരു ആംബിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കാറാണ്. ഇത് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാറാണ് EQA എന്ന് പറയുന്നത്. ബേസ് ചെയ്തിട്ടുള്ള GLA ആണ്. GLAൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിളാണ്. മെർസിഡീസിൻ്റെ പ്രൊഫൈലിൽ ഫുൾ ഇലക്ട്രിക് വന്ന ഫസ്റ്റ് വണ്ടി EQC ആയിരുന്നു. സെക്കൻഡ് വന്ന വണ്ടിയായിരുന്നു EQAൻ്റെ തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന മോഡലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയത്. പുറത്ത് നേരത്തെ ഉണ്ടായിരുന്ന, പക്ഷേ ഇതിപ്പം റിവീൽ ചെയ്തിട്ടുള്ളത് ഈ അടുത്താണ് ഫേസ് ലിഫ്റ്റിൻ്റെ ശേഷം. എന്തായാലും മെയിനായിട്ടുള്ള ബോഡി ഷേപ്പും ബോഡി എല്ലാം തന്നെ GLA തന്നെയാണ്. അതായത് മെർസിഡീസിൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് SUV, ബേസിക്കലി ഒരു ക്രോസ് ഓവർ SUV ആണ്. എന്നാൽ ഫേസ് എല്ലാം മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ലൈറ്റ് മാറി. ഇതിൽ വന്നിരിക്കുന്ന LED ലൈറ്റാണ്. അതിൻ്റെ ഷേപ്പിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. പിന്നെ വന്നിരിക്കുന്ന പാനൽ, ഈ പാനലാണ് ഒരു EVൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്നവരുടെ EQA ഐഡൻറ്റിറ്റി. അതിൽ പറഞ്ഞ പോലെ സ്റ്റാർ വന്നിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന കാർ ബ്രാൻഡിൻ്റെ ലോഗോ ആണ് മെർസിഡീസ് ബെൻസ്. ഈ 3 പോയിൻ്റ് സ്റ്റാർ കണ്ടാൽ മതി, വേറെ ബെൻസ് എന്നൊന്നും ഇവിടെ എഴുതേണ്ട കാര്യമില്ല, ആളുകൾക്ക് അറിയാം ബെൻസ്. എന്നിട്ട് പോലും ബെൻസ് ഇത്രയും സ്റ്റാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടയർ മേലുണ്ട്, ഉള്ളിലുണ്ട്, എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. എന്തായാലും ഇതിൻ്റെ പേരിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ കോൺടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ റിസൾട്ട് റിവീൽ ചെയ്യാണ്. ഇതിൽ ഞാൻ ചോദിച്ചിരുന്ന അന്ന് എത്ര സ്റ്റാർ ഉണ്ടെന്നുള്ള. ഇവിടെ മാത്രം, ഉള്ളിലൊന്നും ഞാൻ കൂട്ടിയില്ല, ഞാൻ എണ്ണീറ്റ് തെറ്റിപ്പോവായിരുന്നു. ഇത് മാത്രം വന്നിരിക്കുന്നത് 188 ആണ്.
കാരണം നമ്മൾ ഈ സ്റ്റാർ കൂടെ കൂട്ടുമ്പോൾ 182, ഇവിടെ ഓടായിട്ട് നിൽക്കുന്ന ഒന്നുണ്ട്, അപ്പോൾ 187 പ്ലസ് ഇത്. ഇപ്പോൾ ഈ പാനലിൽ മാത്രം 188 സ്റ്റാർ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഫേസ് ആക്ച്വലി ഒരു EV ഫേസാണ്. ഇതിൻ്റെ തന്നെ ഇപ്പം EQB വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള, അതിൻ്റെ ഫേസ് ലിഫ്റ്റിലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിൽ വരാൻ പോകുന്നുള്ളൂ. താഴെല്ലാം തന്നെ എയർ വെൻ്റ് ഉണ്ട്, അതിലെല്ലാം തന്നെ ക്രോം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഡിസൈൻ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, ഇതിലൊന്നുമില്ല. ഇത്രയാണ് ഫ്രണ്ട് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ പെയിൻറ്റ് ജോബ്സ് ആണ്. ഇതിപ്പം മാഗ്നോ മാറ്റ് ഗ്രേ ആണ്. എന്നെ വെച്ചിടത്തോളം മാറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്, നല്ല അട്രാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ചൂസ് ചെയ്തായിരുന്നു ഈ കളർ. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. റെഡ് ഇപ്പോൾ ഡ്രൈവിനില്ല. അതുപോലെ സാധാരണ ഗ്രേ ഉണ്ട്, സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇങ്ങനെ 7 കളേഴ്സ് ഉണ്ട്. ഈ റെഡും ബ്ലൂവും എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡിഷൻ കളറാണ്. കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടിയാണ് EQA. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല. ഇത് വന്നിരിക്കുന്ന 19 ഇഞ്ചിൻ്റെ അലോയാണ്. ഈ ഒരു ഡിസൈനും വൈസ്പോക്ക് ഡിസൈനാണ്. പക്ഷേ ഈ വീലിലെല്ലാം നമുക്ക് ഇവിടെ കവറെല്ലാം കാണാം. ഇത് ഫുൾ ഓപ്പൺ അല്ല, പക്ഷേ ഡിസൈനിൽ അതിനകത്ത് ഓപ്പണായി തോന്നിയെങ്കിലും ഇതെല്ലാം എയറോഡൈനാമിക്സിന് അതുപോലെ ഡ്രാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുള്ള ഇവിടെ കട്ടിങ്ങുകളുണ്ട്. ഇതെല്ലാം എയർ ഫ്ലോന് വേണ്ടിയിട്ടുള്ളതാണ്. അത് കൂടുതൽ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വന്നിരിക്കുന്ന 19 ഇഞ്ചിൻ്റെ വീലാണ്. 235/50 സെക്ഷനാണ്. സൈഡിൽ വന്നിരിക്കുന്ന പ്രൊഫൈൽ നമുക്ക് കാണുമ്പോൾ തന്നെ GLA ഓർമ്മ, വേറെ വ്യത്യാസം ഒന്നും തോന്നിക്കില്ല. ഈ ഒരു ക്രോം ആണെങ്കിലും ഒരു മേലെ വന്നിരിക്കുന്ന റൂഫ് റെയിലും താഴെ വന്നിരിക്കുന്ന ആ ഡൈനാമിക് ലൈനും എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്, ഒന്നും മാറ്റില്ല, അങ്ങനെ തന്നെ കാണാം. റിയറിലൊക്കെ വരുമ്പോൾ പിന്നെ ഒരു മാറ്റമുള്ള റിയറിൽ വന്നിരിക്കുന്ന ടെയിൽ ലൈറ്റിന് ഈ ഒരു ഷേപ്പ് വരെ സെയിം ആണ്. ഇവിടുന്ന് അങ്ങോട്ട് മാറുന്നുണ്ട്. ഇവിടുന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്ന ടെയിൽ ലൈറ്റാണ് ആക്ച്വലി EQA. GLA വന്നിരിക്കുന്ന 2 പീസായി നിൽക്കും, ക്രോം കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ EQA 250+ ആണ്, പ്ലസ് എക്സ്റ്റൻഡ് റേഞ്ച് ആണ്. അതാണ് നമുക്ക് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഇവിടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് തുറക്കാം. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ബാഗെല്ലാം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് തന്നെയാണ്. ഇവിടെ ഒന്നും സ്പേസ് ഒന്നും കോംപ്രമൈസ് ആവുന്നില്ല. അതിൻ്റെ പുറമെ താഴെ സ്പേസ് സേവർ വീലും വരുന്നില്ല, ആകെ ഈ സ്പേസേ ഉള്ളൂ നമുക്ക്. പക്ഷേ ഈ ട്രേയും കാര്യമെല്ലാം തന്നെ യൂസ്ഫുൾ ആണ്. അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിൽ തന്നെയുള്ള ബൂട്ടാണ്. ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യുന്ന ലിഡുമാണ്. താഴെ ആണെങ്കിൽ ബമ്പറിൽ ഈ ഒരു ക്രോം എലമെൻറ്റിലുണ്ട്. ഇത് ചിലർ വെറുതെ എന്തിനാ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഇത് ടെയിൽ പൈപ്പ് ഡിസൈൻ എന്നെല്ലാം പറയും. എന്ത് ടെയിൽ പൈപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയില്ല. എന്തായാലും ഈ ഒരു ഡിസൈനെ കുറിച്ചിട്ടും EQA വന്നിരിക്കുന്ന ആ ഒരു പ്രൊഫൈലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവ് തോന്നുന്ന ഒരു ഡിസൈൻ അല്ല ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടിയും ബെറ്ററായി തോന്നുന്നത് നമ്മൾ GLA ആണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതിൽ ഇതിൽ അട്രാക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. എന്താ ജസ്റ്റ് തോന്നുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ ലോ ക്ലാസ്സിന് ഓക്കെയാണ്. ചേട്ടാ പടം കണ്ടിട്ട് സൂപ്പറാണ്. ലോ ക്ലാസ്സിനും ഓക്കെ. കിഡിങ്. അപ്പോൾ ആക്ച്വലി ഞങ്ങളെന്നത് പറയാൻ കാരണം വെച്ചാൽ ഇന്നിപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ രാജസ്ഥാനിലെന്ന് പറയുമ്പോൾ അങ്ങനെ കുറേ ഫോർവേഡായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. നമ്മൾ പ്രത്യേകിച്ച് കിഷൻഗഞ്ച് ഔട്ട് ആയിട്ടുള്ള സ്ഥലത്ത് ഇവിടെ എല്ലാം എത്തുമ്പോൾ ആൾക്കാർ വന്നിങ്ങനെ നോക്കുന്നു. പ്രത്യേകിച്ച് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ബൈക്കിൽ നിന്നെല്ലാം ഇങ്ങനെ നോക്കുന്ന കാണാം. ഈ സ്റ്റാർ പാറ്റേണുകൾ ഇഷ്ടപ്പെട്ടാണെന്നല്ല, 1-2 ആൾക്കാർ പോകുമ്പോൾ കൈകൊണ്ടെല്ലാം ഇങ്ങനെയെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ ആണെന്നുള്ളത് എനിക്ക് ബോധ്യമായി. പക്ഷേ ഞാൻ നമ്മളെ ഫ്രണ്ട്സ് സർക്കിൾ സംസാരിക്കുമ്പോൾ നമ്മളെ കുറച്ചുകൂടി വണ്ടി പ്രാന്തന്മാരും അഡ്വാൻസ് ആയി നിൽക്കുന്നവരായിരിക്കണം. ഇത് അത്ര വലിയൊരു അട്രാക്റ്റീവ് തോന്നിയിരുന്നില്ല. ബട്ട് ഐ ഫൈൻഡ് ഇസ് അട്രാക്റ്റീവ്. അതുമാത്രമല്ല, ഇന്നലെ രാത്രിയാണെങ്കിൽ നമ്മളൊരു ഫെലോ ജേർണലിസ്റ്റ് പറഞ്ഞു പുള്ളിക്കാരന് EQEനേക്കാളും ഇതാണ് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റിൽ പറയാം. നമ്മൾ റീസെൻ്റ്ലി കണ്ടിട്ടുള്ള EQ മോഡലായിട്ടുള്ള EQSലും EQയിലും നമുക്ക് ബോണ്ട് തുറക്കാൻ പറ്റില്ല. ബോണ്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാം തന്നെ നമുക്ക് തൊടേണ്ട ഇല്ലാത്ത കാര്യങ്ങളായതുകൊണ്ടായിരിക്കും തുറക്കാൻ പറ്റാത്തത്. പക്ഷേ നമുക്ക് തുറക്കാം. അത് നമ്മൾ സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എന്താണെന്നുള്ളത് ഇത് തുറന്നിട്ട് ഞാൻ കാണിച്ചുതരാം. EQയിൽ നമുക്ക് ബോണ്ട് തുറക്കാൻ പറ്റുന്നുണ്ട്. തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ഇവിടെയുള്ള ബാറ്ററിയുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള കൺട്രോൾ യൂണിറ്റുകളാണ്. ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാസിൽ വരുന്ന നമ്മൾ ഇൻറ്റേർണൽ സിസ്റ്റമിൽ വർക്ക് ചെയ്യുന്ന ബാറ്ററിയാണ്. നമ്മൾ സാധാരണ കാറിലുണ്ടാകുന്ന പോലുള്ള ബാറ്ററി. പിന്നെ ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളും. ഇതിന് താഴെയാണ് ഇലക്ട്രിക് മോട്ടർ വരുന്നത്. ഇത് സിംഗിൾ മോട്ടർ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. അപ്പോൾ ഇവിടെയാണ് മോട്ടർ വരുന്നത്. ഈ ഒരു ഓറഞ്ച് കേബിൾ പോകുന്നുണ്ടല്ലോ, അത് ബാറ്ററിയിലേക്കുള്ള കണക്ഷനും അതേപോലെ തന്നെ ഇത് ഈ കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്ന കണക്ഷനും. ഇതും താഴേക്ക് പോകുന്നതാണ് മോട്ടറിലേക്ക് പോകുന്ന കണക്ഷൻ. ഇവിടെയാണ് മോട്ടർ വന്നിരിക്കുന്നത്. ഈ മോട്ടർ എന്ന് പറയുന്നത് 140 kW ഉണ്ട്. അതായത് 190 HP പവറും 385 Nm ടോർക്കുള്ള മോട്ടറാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4x2 ആണ്. അതേപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്നത് 70 kWh ബാറ്ററിയാണ്. 70.5 71 എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ kWh ബാറ്ററി. അപ്പോൾ ഇതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്ലെയിം എന്ന റേഞ്ച് 515 ആണ്. പക്ഷേ ഇവിടെ WLTP നോംസ് പ്രകാരം 470 അടുത്താണ് റേഞ്ച് കിട്ടുന്നത്. എനിവേ നമുക്ക് റിയലിസ്റ്റിക് ഫിഗേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു EQൻ്റെ ഉള്ളിലുള്ള ബോണറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള എലമെൻറ്റ്സിലൊക്കെ കാണാം. ഇത് എഞ്ചിനിലുള്ള പോലെ തന്നെ കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് കവർ ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ
ഇൻറ്റീരിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മുമ്പ് നമുക്ക് റേഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു 128 കിലോമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ 111 കിലോമീറ്റർ എക്സാക്ട്ലി ട്രാവൽ ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന 93% ബാറ്ററി ഇപ്പോൾ 68% നിൽക്കുന്നുണ്ട്. വിച്ച് മീൻസ് നമ്മൾ 25% യൂസ് ചെയ്തു. അപ്പോൾ ആ കാൽക്കുലേഷൻ സിമ്പിളായിട്ട് പറയുന്നത് 25% നമുക്ക് 111 കിലോമീറ്റർ മൈലേജ് കിട്ടിയാൽ ഇൻറ്റു 4 444 കിലോമീറ്റർ റേഞ്ച് നമുക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഹൈവേ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ബ്ലോക്ക് പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി നമ്മൾ ഓണായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ സിറ്റിയിലും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിക്സഡ് കണ്ടീഷനിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവർ ക്ലെയിം ചെയ്യുന്നത് 450 കിലോമീറ്റർ കിട്ടുന്നതാണ്. നമ്മൾ കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്തിട്ടെല്ലാം പോയിരുന്നെങ്കിൽ നമുക്ക് തോന്നുന്നു അത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം സാധാരണ മെർസിഡീസ് ഇന്നലെ അവരുടെ പ്രസൻറ്റേഷനിൽ ക്ലെയിം ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജയ്പൂരിൽ നിന്ന് നിങ്ങൾക്ക് ഗുഡ്ഗാവിൽ പോയിട്ട് തിരിച്ചു വരാം, അതേപോലെ തന്നെ ആഗ്രയിൽ പോയി തിരിച്ചു വരാം. ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇവിടുന്ന് ചണ്ഡീഗഡിലേക്ക് ഒരൊറ്റ ചാർജിൽ പോകാം. അങ്ങനെ പല സ്ഥലങ്ങളും കാണിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കോഴിക്കോട്ട് നിന്നാണ് പോകുന്നതെങ്കിൽ കോഴിക്കോട് പോയി കൊച്ചി പോയിട്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റും. ഫുൾ റേഞ്ചിലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അങ്ങോട്ടോട്ടെല്ലാം ചെറിയ പണിയെല്ലാം തീർത്തിട്ട് തിരിച്ച് എത്താൻ പറ്റും എന്നുള്ള റേഞ്ച് കിട്ടും. ഇതാണ് നമുക്ക് റിയലിസ്റ്റിക് ഫിഗേഴ്സായിട്ട് മനസ്സിലായിട്ടുള്ളത്. ഇതിൽ വേറെ ഗിമിക്സ് ഒന്നുമില്ല. ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച കുറച്ച് കാര്യമുണ്ട്, ഞാൻ ഡ്രൈവിൽ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മെർസിഡീസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സ്റ്റാർസിൻ്റെ കാര്യം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എല്ലായിടത്തും സ്റ്റാർ പാറ്റേൺ ഉണ്ട്. ആക്ച്വലി അത് അവരുടെ പുതിയ ഡിസൈൻ ഫിലോസഫിയാണ് ഈ സ്റ്റാർ പാറ്റേൺ. ഐ ലൈക്ക് ഇറ്റ്. കാരണം ഒരു സിമ്പിളായിട്ടാണെങ്കിലും അത് ഒരു രസത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഫോർമുല 1 മുമ്പ് ഹാമിൽട്ടണിലെ കാറിൻ്റെ ബാക്കിലെ പെയിൻറ്റിങ്ങിലായിരുന്നു. അതുപോലെ തന്നെ അവർ AMG 1 ഇങ്ങനത്തെ കുറേ കോൺസെപ്റ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് മെർസിഡീസ് ബെൻസ് എന്നുള്ള കേസിലാണെങ്കിൽ ഈ പറഞ്ഞ ഒരു 3 സ്റ്റാർ, മയബാക്കിൻ്റെ കേസിൽ മയബാക്കിൻ്റെ ലോഗോ വരുന്നത്. AMGക്ക് ഇതുവരെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ AMGയിൽ ഇപ്പോൾ മെർസിഡീസിൻ്റെ ലോഗോ ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്കറിയാൻ പറ്റും AMGൻ്റെ ഇതേപോലെ ഒരു പാറ്റേൺ കൊണ്ടുവരുന്ന. എനിവേ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള GLAയുടെ ഇന്റീരിയർ തന്നെയുള്ള, എന്നാൽ EQA ആയതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്. അതിലൊന്ന് ഈ വന്നിരിക്കുന്ന എയർവെൻറ്റിന് ചുറ്റുമുള്ള ബ്രോൺസ് ഫിനിഷാണ്, ചുറ്റും ക്രോം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് മെയിനുള്ള, അത് ഞാൻ അതിലേക്ക് എത്താം. ഡിസൈൻ ഇതിൽ വന്നിരിക്കുന്നത് AMG ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ്. 2 സ്പോക്ക് ഇവിടെയും പിന്നെ 2 സ്പോക്ക് ഇവിടെയുള്ള ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള ഒരു കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഈ ടച്ച് ഫംഗ്ഷനാണ് പലർക്കും കോൺട്രവേഴ്സി ആയി നിൽക്കുന്നത്. അത് ചിലർക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ചിലർ പറയാറുണ്ട്. പക്ഷേ ഇതിൽ ഇപ്പം നമുക്ക് പാഡൽസ് വന്നിട്ടുണ്ട്, പാഡൽ ഷിഫ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ നമുക്ക് റീക്യൂപ്പറേഷൻ സെറ്റ് ചെയ്യാം. അതും നല്ലൊരു സോളിഡ് ഫീലുള്ളത്. ഡിസൈനെ കുറിച്ച് പറയുമ്പം 2 സ്ക്രീനായിട്ട് നിൽക്കുന്ന ഒരു ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിട്ടുള്ള സ്ക്രീനാണ്. മറ്റുള്ള സിഡാൻസിലെ പോലെ വെർട്ടിക്കലല്ല. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റിയും നല്ല ക്ലിയറും ഉണ്ട്. ഇൻഫോർടൈൻമെൻ്റ് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിൽ എനിക്ക് അട്രാക്റ്റീവായി തോന്നുന്നില്ല മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഓഗ്മെൻറ്റ് റിയാലിറ്റി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മാപ്പാണ്. അത് പക്ഷേ നമ്മൾ മെർസിഡീസ് മീയിലൂടെ ഉപയോഗിക്കുന്ന മാപ്പും കാറിലെ മാപ്പിലോ ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാതെ ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് കിട്ടില്ല. പക്ഷേ അതിൽ നമുക്ക് ഓഗ്മെൻറ്റ് റിയാലിറ്റിയിൽ കറക്റ്റ് ഏത് വഴി എടുക്കേണ്ടതെന്നുള്ള കറക്റ്റ് എയറോ വെച്ച് കാണിച്ചു തരും. അതിൻ്റെ പുറമെ ചിലപ്പോൾ നമുക്ക് ചലഞ്ചിങ് ആയി തോന്നാറുള്ളത് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ സിഗ്നൽ ലൈറ്റ് ചിലപ്പം മറിഞ്ഞു വെക്കും, ഇതിൽ കട്ടാവും. ചില ഇതിൽ മുന്നിലെത്തിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിൽ ചിലപ്പോൾ സിഗ്നൽ കാണില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ ഇതിൽ ക്യാമറ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ ലൈറ്റ് ഒബ്സർവ് ചെയ്തിട്ട് ഇതിൽ ഗ്രീനോ റെഡോ അല്ലെങ്കിൽ യെല്ലോ എന്താണെന്നുള്ളത് അങ്ങനെ കാണിക്കും. ഇതും നല്ലൊരു ഫീച്ചറാണ്. എനിക്ക് അട്രാക്റ്റ് ചെയ്ത് തോന്നുന്ന മെയിൻ 2 കാര്യങ്ങളാണ്. ബാക്കി മെർസിഡീസിൽ വന്നിട്ടുള്ള പുതിയ ലേറ്റസ്റ്റ് MBUXൻ്റെ ഇൻ്റർഫേസ് വന്നിരിക്കുന്നത്. ബർമസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്, ഡോൾബി എഫക്റ്റോട് വന്നിരിക്കുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റമാണ്. അത്യാവശ്യം നല്ലൊരു സൗണ്ടായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ അറിയില്ല, നമ്മളൊരു സൗണ്ട് എഞ്ചിനീയേഴ്സ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ടെക്നിക്കാലിറ്റിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ സൗണ്ട് സിസ്റ്റം നമ്മൾ എൻജോയ് ചെയ്യുന്നത് മ്യൂസിക്കിലൂടെയാണ്. അത് ശരിക്കും എൻജോയ് പറ്റില്ല. എസ്പെഷ്യലി ഇതിൽ ക്വയറ്റായിട്ടുള്ള ഇൻറ്റീരിയർ ആണ്, നല്ലൊരു മ്യൂസിക് എൻജോയ് ചെയ്യാം. പിന്നെ സീറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയലാണ്. ഇതിൽ വന്നിരിക്കുന്ന റീസൈക്കിൾഡ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ മെറ്റീരിയലാണ്, വിച്ച് മീൻസ് ഫാബ്രിക്കാണ്. ഇവിടെ വന്നിരിക്കുന്ന ലെതറായിട്ടും ഇവിടെ വന്ന ഫാബ്രിക്കുമാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ചൂട് കുറയും. നമ്മൾ ഇരിക്കുന്ന ഭാഗം ബോഡി തട്ടുന്നുണ്ട്, ചൂട് കുറഞ്ഞാൽ തന്നെ ACൻ്റെ എഫിഷ്യൻസി കൂടും. നമ്മൾ AC കൂട്ടി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ മീൻസ് ഇലക്ട്രിക് റേഞ്ച് നമുക്ക് കൂടുന്നില്ല. പിന്നെ പാനോറമിക് സൺറൂഫ് ഉണ്ട്, സ്പ്ലിറ്റ് ആയിട്ടുള്ള 2 പീസായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ തുറന്നിട്ടില്ല, തുറന്ന് കാണിച്ചു തരാം. തുറന്ന് അപ്പം തന്നെ ഞാൻ അടയ്ക്കും, അത്രയും ചൂടുണ്ട്. ഡയറക്റ്റ് സണ്ണടിക്കുന്ന അവസ്ഥയാണ്. 2 പീസായി നിൽക്കുന്ന സൺറൂഫ് ഉണ്ട്, അത് ശരിക്കും കാണാം. പിന്നെ സീറ്റാണെങ്കിൽ അത്യാവശ്യം സപ്പോർട്ട് ആയിട്ടുള്ള സീറ്റാണ്. ലംബർ സപ്പോർട്ടെല്ലാം നമുക്ക് ഇവിടെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം ഇലക്ട്രിക്കലി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതും മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ 2 സീറ്റും 3 മെമ്മറി വെച്ച് ചെയ്യാൻ പറ്റും. മിസ്സിംഗ് ആയി നിൽക്കുന്ന കൂളിങ്ങോ ഹീറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. ഹീറ്റിംഗ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കൂളിംഗ് ഉണ്ടാവണമായിരുന്നു. അപ്പോൾ അത് മിസ്സിംഗ് ആണ്. പക്ഷേ AC ഫംഗ്ഷൻസിൽ ബാക്കിയെല്ലാം അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു പാഡ് വരുന്നുണ്ട്, അതിൽ നമുക്ക് ഫോൺ വയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്, അതിൽ നമുക്ക് USB-C മറ്റുള്ള ചാർജസും കാര്യങ്ങളും വരുന്നുണ്ട്.
അതേപോലെ തന്നെയാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബോട്ടിൽ ഹോൾഡറാണ് ഇവിടെ ആക്ച്വലി ഡോർ പാഡിലുള്ളത്. ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആണ്. ഈ സെഗ്മെൻറ്റ് അത്യാവശ്യം ക്വാളിറ്റി തോന്നിയിട്ടുള്ള ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ. പക്ഷേ എനിക്കുള്ള പ്രശ്നം വെച്ചാൽ ഈ പോളറൈസ്ഡ് ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് കട്ടായി പോകും. അത് മോയിജിയം ഗ്ലാസിൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ റേസ് കട്ടാവും. മിസ്സിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം അതിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ്. എന്നാലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ടാണ്. റിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. റിയറിലേക്ക് വരുമ്പം GLA പോലെ തന്നെ സ്പേസും കാര്യമെല്ലാം വന്നിട്ട് ഹെഡ് റൂമുണ്ട്, ഷോൾഡർ റൂമുണ്ട്, നീ റൂമുണ്ട്. ഇതെൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ കുറച്ചുകൂടി ഹൈറ്റുള്ള ആളിരിക്കുമ്പോൾ ഡ്രൈവിംഗ് പൊസിഷൻ, എന്നാലും മുട്ടൊന്നുമില്ല കാല്. എനിക്ക് ഡ്രോബാക്ക് ആയി തോന്നിയുള്ള മെയിൻ ആയിട്ടുള്ള താഴെയാണ് ബാറ്ററി വരുന്നുള്ള ഫ്ലോർ ഹൈറ്റ് കൂടി. അതുകൊണ്ട് തന്നെ നമ്മൾ കാല് ഇത്ര ഉള്ളോട്ട് വെച്ച് കഴിഞ്ഞാലും നമ്മളെ തൈസ് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ലോങ് പോകുമ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റിംഗ് പ്രശ്നം ഉണ്ടാവും. റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. രണ്ടാളാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ചെരിഞ്ഞിട്ടിലിരിക്കാം. അല്ല മൂന്നാളിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചൊരു റെസ്റ്റിംഗ് പ്രശ്നം ഉണ്ടാവും. അത് ചെറിയ വണ്ടിയാണുള്ള കുഴപ്പമാണ്. പക്ഷേ പുറത്തേക്കുള്ള വ്യൂ കാര്യമൊന്നും കട്ടാവുന്നില്ല. പുറത്ത് കാണുമ്പോൾ നമുക്ക് ലോ ആണ് ഇരിക്കുന്നത് തോന്നും, പക്ഷേ അല്ല, അത്യാവശ്യം പൊങ്ങിയിട്ടായിരിക്കുന്നത്. ഫ്ലാറ്റ് അല്ല ബോട്ടം. ഇവിടെ ഒരു ചെറിയ ടണൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കുട്ടിക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഘട്ടത്തിൽ 3 പേരിലൊന്ന് കുത്തി നിറച്ച് കൊണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സീറ്റിലും ഈ ഷേപ്പെല്ലാം കൊടുത്തിട്ടുണ്ട് തായ് സപ്പോർട്ടിനുള്ള. പക്ഷേ ഇങ്ങനെ പൊങ്ങി വെക്കുന്നതുകൊണ്ട് നമുക്ക് തായ് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു കുറവുണ്ട്. നേരത്തെ ഞാൻ കാണിച്ച സ്പ്ലിറ്റ് ആയിട്ടുള്ള സൺറൂഫും ഇവിടെ കിട്ടും. റിയറിലേക്ക് വരുമ്പം ആ ബൂട്ടിൻ്റെ മേലെ വന്നിരിക്കുന്ന ട്രേയും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ്. സോ ഇത്രയാണ് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈവ് നോക്കാം. നമ്മളിതപ്പോൾ കിഷൻഗഞ്ചിലെ കോറിയിൽ നിന്ന് ജയ്പൂരിലേക്ക് തിരിച്ചു പോകാൻ ഹൈവേയിലെത്തിയപ്പോഴും എനിക്കൊരു കാര്യം പറയാനുള്ള കോറിനെ കുറിച്ചാണ്. കോറിയിലുണ്ടായിരുന്ന ഒരു ചലഞ്ച് നേരത്തെ പറഞ്ഞ വൈറ്റ് കളറുള്ള, ഈ നിലെല്ലാം വൈറ്റ് ആയിട്ട് കുഴപ്പമെന്ന് വെച്ചാൽ അതിലുള്ള ചെറിയ ഗട്ടേഴ്സും ഈ ഇറക്കം കയറ്റമൊന്നും മനസ്സിലായില്ല. അത്രയ്ക്ക് ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് ശരിക്കും നമ്മൾ പെട്ടെന്നല്ലാണ് കുഴിയിലെല്ലാം ചാടി ഫെയിൽ വരുന്നത്. അതേപോലെ തന്നെയായിരുന്നു ആ ഭാഗത്തുള്ള റോഡുകളും. കാരണം അവിടെ നിന്ന് കയറി വരുന്ന വണ്ടികൾ ഒരുപാട് പോകുന്നുണ്ട്. ആ ഭാഗത്തുള്ള റോഡും വൈറ്റ് കളറുണ്ട്. അപ്പോൾ ചെറിയ ഹമ്പ് പോലും കാണാത്ത രീതിയിലുള്ള ഒരു ചലഞ്ചായിരുന്നു. എനിവേ ആ ഒരു ഘട്ടത്തിലെല്ലാം എനിക്ക് മനസ്സിലായത് സസ്പെൻഷനാണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ്. നല്ലൊരു സോളിഡായിട്ട് ഫീൽ ലഭിക്കുന്നുണ്ട്. കാരണം കുറച്ച് ഹെവിയാണ് ഇത് നോർമൽ GLA കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ഹെവിനെസ് ടേക്കപ്പ് ചെയ്യുന്ന രീതിയിൽ സസ്പെൻഷൻ റീട്യൂൺ ചെയ്ത് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഡ്രൈവിംഗ് ഡൈനാമിക്സിലാണ്. നല്ല ഡ്രൈവിംഗ് ഡൈനാമിക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത് വെയിറ്റ് കൂടുതലുണ്ടെന്നുള്ള ഫീലൊന്നും നമുക്ക് സ്റ്റിയറിങ്ങിലോ അല്ലെങ്കിൽ ബോഡി റോളിലൊന്നും വരുന്നില്ല. ബോഡി റോൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം സോർട്ടഡ് ആണ്. മുമ്പത്തെ GLA പോലെയല്ല. എനിക്ക് കുറച്ചുകൂടിയും ബെറ്റർ റൈഡും അതിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതി കംഫർട്ടും ഉള്ള രീതിയിലാണ് പുതിയ GLA തോന്നിയത്. അത് തന്നെയാണ് EQAയിലും നമുക്ക് അനുഭവിക്കുന്നത്. നമ്മൾ ഹൈവേയിലാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നം ട്രാഫിക് മാനറിസം കീപ്പ് ചെയ്യാത്തതാണ്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെല്ലാം പെട്ടെന്ന് എൻക്രോച്ച് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഓണെല്ലാം അടിക്കേണ്ടി വരും. ഒന്നും നിവൃത്തിയില്ല, സോറി. സോ ഇനി പറയേണ്ടത് ഇലക്ട്രിക് ആണ് തന്നെ എൻജിൻ നോയ്സ് എന്ന രീതിയിലൊരു സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സൗണ്ടുകളെ കുറിച്ച് നമ്മൾ ശരിക്കും വേറെ ആയിരിക്കണം. കുറച്ചുകൂടി നമ്മൾ അക്കോസ്റ്റിക്സ് എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇലക്ട്രിക് കാർ. മൊത്തത്തിൽ നല്ലൊരു അക്കോസ്റ്റിക്സ് എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് റോഡ് നോയ്സ് അത്യാവശ്യം ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്നാമത് ഇവിടുത്തെ റോഡ് സർഫസും ഭയങ്കര ക്ലീൻ അല്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം നല്ല സ്ട്രെച്ചിലാണ് പോകുന്നത്. ഈ സ്ട്രെച്ചിൽ പോകുമ്പോഴും നമുക്ക് റോഡ് നോയ്സ് കുറച്ചെല്ലാം ടയർന്ന് വരുന്നൊരു ഫീലുണ്ട്. വിൻഡ് നോയ്സും മറ്റതൊന്നുമല്ല, ഈ റോഡിൽ നിന്നുള്ള ടയർ ടച്ച് ചെയ്യുമ്പോൾ നോയ്സ് അത് വരുന്നുണ്ട്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള EQ മോഡലിൻ്റെ അത്രയും ഒരു അക്കോസ്റ്റിക്സ് ലെവൽ എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കിയുള്ളെല്ലാം തീരെയും കേൾക്കാറില്ല, ഭയങ്കര ക്വയറ്റായിട്ടുള്ള ഫീൽ ചെയ്യും. രണ്ടാമതൊരു കാര്യമുള്ള സ്റ്റിയറിങ്ങും അത്യാവശ്യം ടൈറ്റായിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡൈനാമിക്സും കൺട്രോൾ ലഭിക്കുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഷേപ്പും ആ ഒരു ഡിസൈൻ എല്ലാം തന്നെ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ഡ്രൈവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. നമ്മുടെ AMG സ്റ്റിയറിങ്സ് എന്ന് പറയുന്ന സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് ഈ ഒരു തമ്മിലുള്ള ഹോൾഡും ഈ ഒരു ഇവിടെ വന്നിരിക്കുന്ന ഒരു ലെതർ ഫിനിഷെല്ലാം തന്നെ നല്ല ഗ്രിപ്പ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് ശരിക്കും എനിക്ക് ആ സിഗ്നലിൻ്റെ കാര്യത്തിൽ ശരിക്കും ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ നമ്മൾ കാണാത്ത സ്ഥലത്തുനിന്നെല്ലാം ശരിക്കും അത് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇനി നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 190 HP പവറും 385 ടോർക്കിലുണ്ട്. അതെല്ലാം ശരിക്കും നമുക്ക് ശരിയായ രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ടോർക്ക് പെട്ടെന്ന് തന്നെ ടോർക്ക് ലഭിക്കുന്നത് നോർമൽ മോഡിലാണ് ഞാൻ പോകുന്നത്. നോർമൽ മോഡിൽ തന്നെ ആ ടോർക്കിനും ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഡൈനാമിക്കിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലും ആ ഒരു റെസ്പോൺസും ശരിക്കും മാറും.
ഇതിപ്പോൾ സ്പോട്ടാണ്. മാൻ ശരിക്കും ആ ഡിഫറൻസ് ഫീൽ ചെയ്യുക. പക്ഷെ നമുക്ക് പ്രശ്നം എന്താ വെച്ചാൽ ഈ ഹൈവേ ആണ്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഡ്രൈവേഴ്സാണ്. ഈ കാറ് തപ്പോൾ ഞാൻ പാസ് ചെയ്തിട്ടില്ല, പെട്ടെന്നാണ് ഈ ലൈനിലേക്ക് മാറിയിട്ടുള്ളത്. ഞാൻ നേരെ പോയിരുന്നു, അപ്പോൾ അതാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരമുള്ളത്. പക്ഷേ 160 മാക്സിമം സ്പീഡായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട്. ശരിക്കും അത് 0 to 100 7.6 സെക്കൻഡാണ്. അതെല്ലാം തന്നെ ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് സാധാരണ ഒരു 120 മേലെ നമ്മൾ പോകുന്നില്ല, 120 പോലും എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 160 എന്നുള്ള ഒരു കുറഞ്ഞ ഒരു സ്പീഡായിട്ട് തോന്നേണ്ട കാര്യമില്ല. വോൾവോ പോലത്തെ ബ്രാൻഡെല്ലാം ഗ്ലോബലി തന്നെ അവരുടെ ടോപ്പ് സ്പീഡ് കുറച്ച് കൊണ്ടുവരികയാണ് ഓരോ ബ്രാൻഡും, ഓരോ മോഡലും അനുസരിച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കലെല്ലാം പൊതുവേ കുറയും. നോർമലി തന്നെ ഐസ് എഞ്ചിൻസ് അത്രയും ടോപ്പ് സ്പീഡ് ഉണ്ടാവാറില്ല നോർമൽ ഇലക്ട്രിക് കാറിന്. അതിൻ്റെ പേർപ്പസ്ഫുള്ളി മേക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കിന് മാത്രമാണ് ഉണ്ടാവാറില്ല. അതൊന്ന് റേഞ്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാനിപ്പം നോർമൽ കംഫർട്ട് മോഡിലേക്ക് തന്നെ പോവുകയാണ്. കംഫർട്ട് മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസിൽ ചെറിയൊരു വേരിയേഷൻ തോന്നിയാലും സസ്പെൻഷൻ വൈസ് ഒന്നും വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. വലിയൊരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷെ അതൊരു റിഫ്ലക്റ്റിംഗ് അല്ല. ഇനി നേരത്തെ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇലക്ട്രിക് വെഹിക്കിളാണ്, അതിൻ്റെ റേഞ്ചാണ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 തരത്തിൽ അത് ആക്ച്വലി ഗെയിൻ ചെയ്യാൻ പറ്റും. ഒന്നാണ് നമ്മളിപ്പോൾ ഹൈവേയിൽ പോകുമ്പോൾ കഴിയുന്നത് കോസ്റ്റ് ചെയ്യാം. കോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കണ്ട, ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ ഇപ്പോൾ നമ്മൾ 100-ൽ പോകുന്നുണ്ട്. 100-ൽ പോയിട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇൻ്റലിജൻറ്റ് റീക്യൂപ്പറേഷൻ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അത് മെർസിഡീസിൻ്റെ ഒരു അടിപൊളി സിസ്റ്റമാണ്. അപ്പോൾ അതിടാം, നമുക്ക് സ്ട്രോങ് റീക്യൂപ്പറേഷൻ ഇടാം, അതുപോലെ തന്നെ മൈൽഡ് ഇടാം, മീഡിയം എല്ലാം ഇടാം. അപ്പോൾ അതെല്ലാം തന്നെ മാക്സിമം എന്നാണ് ഇതിലുള്ള മാക്സിമം, സ്ട്രോങ്, അതുപോലെ തന്നെ നോർമൽ, ഇങ്ങനെ 3 ലെവലിലേക്കാണ് താഴെ മേലേക്ക്. ഇൻ്റലിജൻറ്റ് റീക്യൂപ്പറേഷൻ നല്ലൊരു സിസ്റ്റമാണ്. അത് ഹൈവേയിലെല്ലാകുമ്പോൾ നമുക്ക് ശരിക്കും യൂസ് ചെയ്യാം. അത് വണ്ടി ഫ്രണ്ടിൽ വരുന്നതനുസരിച്ചുള്ള ബ്രേക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ വേണ്ട സമയത്ത് ആക്സിലറേഷൻ കുറച്ച് കോസ്റ്റ് ചെയ്ത് പോകുമ്പോൾ മാക്സിമം റേഞ്ച് കിട്ടും. അത് നമ്മൾ ഐസ് വണ്ടികളിൽ നമ്മൾ സ്പീഡിൽ പോയിട്ട് ന്യൂട്രലിടുക. പക്ഷേ ആക്സിലറേഷൻ കൊടുത്താൽ ചില വണ്ടികൾക്ക് ഗിയറിൽ തന്നെ കുറച്ച് ബ്രേക്കിംഗ് ഉണ്ട്. അതില്ല, ന്യൂട്രൽ ഇട്ടാലുള്ള ഒരു കോസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഉരുണ്ട് പോകാന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് കോസ്റ്റിൽ കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും ബാറ്ററി എനർജി കൺസംഷൻ നടക്കാതെ തന്നെ നമ്മൾ അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യും. അതൊരു സേവിങ് മെത്തേഡാണ്. അതുപോലെ തന്നെ റീക്യൂപ്പറേഷൻ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ സിറ്റീസിലെല്ലാണെങ്കിൽ ടൈറ്റ് ട്രാഫിക്കിലെടുത്തുന്നല്ലാണെങ്കിൽ സ്ട്രോങ് റീക്യൂപ്പറേഷൻ ചെയ്താൽ നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ എഫക്റ്റ് തന്നെ ബ്രേക്കിംഗ് ഇല്ലാതെ തന്നെ കിട്ടും. അതിൻ്റെ പുറമെ എനർജി റീക്യൂപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ബ്രേക്ക് ചെയ്യുമ്പോഴും കുറേയുള്ള എനർജി സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് എടുക്കുമ്പോഴുള്ള റേഞ്ചിനേക്കാളും റണ്ണിങ്ങിൽ മേക്കപ്പ് ചെയ്യും. അതാണ് എനിക്കിപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗുണം. നമ്മൾ 444 നമ്മൾ ഇന്നത്തെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിൽ നമുക്ക് റേഞ്ചാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഓടിക്കുമ്പോൾ വീണ്ടും സ്പീഡോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കൂടുതൽ ട്രാഫിക്കിൽ നിന്നിട്ട് എനർജി കൺസ്യൂം ചെയ്യുമ്പോൾ കുറച്ച് ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ നമ്മളൊരു ഓടിച്ചൊരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇതാണ് ലഭിച്ചിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ലൊരു എഫിഷ്യൻസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പം ഏതായാലും കുറച്ച് സ്പീഡിലാണ് തിരിച്ചു പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഷെയറിംഗ് ആണ്, 2 മീഡിയ ആയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ചൊന്ന് വഴി അറിയാത്തതുകൊണ്ടുള്ള സമയം എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് വണ്ടി കൊടുത്തിട്ട് വേണം അവർക്ക് ഡ്രൈവ് ചെയ്യാൻ. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോകണം. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് നമ്മൾ ആ ഒരു സ്പീഡ് കൂടെ ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു റേഞ്ചിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതർവൈസ് പുതിയ EQA എൻ്റെ ഫസ്റ്റ് ഡ്രൈവിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഡ്രൈവും കാര്യമെല്ലാം എൻജോയ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അവർ നമുക്ക് പറയുന്നുണ്ട് നിങ്ങൾ ഫസ്റ്റ് ഡ്രൈവായിട്ട് കണ്ടാൽ മതി, വണ്ടി ഫ്ലീറ്റിലുണ്ടാവും, നമുക്ക് കൂടുതൽ ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വണ്ടി അറേഞ്ച് ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടാൽ മതി. ഇന്നിപ്പോൾ അതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു 70ൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പ്രൈസിങ് ആയിരിക്കും, 70 lakhs ഉള്ളിൽ. അതാണ് GL ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നത് 60ൻ്റെ അടുത്തോളം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേലേക്ക് നിൽക്കുകയാണെങ്കിൽ 68 എല്ലാം വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസിങ് ആയിരിക്കും. അങ്ങനെ ആകുമ്പം ഇവർ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ഒരു ഫിഗേഴ്സ് ഇന്നലെ കാണിച്ചിരുന്നു. നമ്മൾ സാധാരണ ഒരു EV ആകുമ്പോൾ ഉള്ള ഡിഫറൻസ് ഉണ്ട്, ഒരു അഡ്വാൻറ്റേജ്. അത് അവർ പറയുന്നത് ഇപ്പോൾ വണ്ടിൻ്റെ ഓണർഷിപ്പ് വെച്ചിട്ട് നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടീൻ്റെ പ്രൈസ് ചിലപ്പോൾ കൂടുതലായിരിക്കും. പക്ഷേ ഇനീഷ്യലായിട്ട് നമ്മൾ ഇടുന്ന ഒരു എമൗണ്ട് പറഞ്ഞാൽ 20%. അതിൻ്റെ മേലെ EMIയും മറ്റുള്ള അഡ്വാൻറ്റേജസ് എല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ EMI ആണെങ്കിൽ രണ്ടിനും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ ഈ ഐസിനാണെങ്കിലും ഇലക്ട്രിക്കിനാണ് ഒരേ EMI ആണ് ഏകദേശം വരുന്നത്. അപ്പോൾ നമ്മളെ കപ്പാസിറ്റിയും കാര്യങ്ങളും വെച്ചിട്ടാണെങ്കിൽ ഇവർ മെർസിഡീസ് ഫിനാൻസിൽ അവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഒരു ഓൾമോസ്റ്റ് സെയിം ഒരു EMIയിലാണ് വരുന്നത്.
പിന്നെ മന്ത്ലി വരുന്ന എക്സ്പെൻസ്, അതിപ്പോൾ ഫ്യൂവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂവൽ അടിക്കുന്നതും അത് ഇലക്ട്രിക് ചാർജ് ചെയ്യുന്നതും വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. നമ്മൾ പുറത്തുള്ള പബ്ലിക് സ്റ്റേഷനിലല്ലാതെ വീടും ചാർജ് ചെയ്യുമ്പോൾ എന്തായാലും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും, കാരണം കുറഞ്ഞ ചാർജിങ് പൈസയെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ്, മെയിൻ്റനൻസ് ആണെങ്കിൽ ഇലക്ട്രിക്കിൽ കാര്യമായ മെയിൻ്റനൻസ് ഒന്നും ഒരു 10,000 കിലോമീറ്ററിലൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും വരികയാണെങ്കിലും വരുന്നൊരു പ്രൈസ് കമ്പയർ ടു ഐസ് കുറവായിരിക്കും. ഇതാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പുറമെ ആക്ച്വലി എനിക്കൊരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല, ഇവർ ബൈ ബാക്ക് ഒരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 4 ഇയേഴ്സ് കഴിയുമ്പോൾ, 3 ഇയേഴ്സ് 4 ഇയേഴ്സ് കഴിയുമ്പോൾ ഒരു ശതമാനം പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് അതിൽ ബൈ ബാക്ക് ചെയ്യുന്നുള്ളതാണ്. കണ്ടീഷൻസ് പ്രൊവൈഡഡ് ആണ്, നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന കിലോമീറ്റർ കണക്കിലുണ്ടാവും. അങ്ങനെ ആണെങ്കിൽ റീസെയിൽ വാല്യൂ കുറയുന്നൊരു പ്രശ്നം ഇലക്ട്രിക്കിനുള്ളതാണ്, റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറയും. അത് മെർസിഡീസ് കവറപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പം കുറച്ചുകൂടി നല്ലൊരു ഓഫറിംഗ് ആയിരിക്കും ഇലക്ട്രിക്. എന്ത് പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇലക്ട്രിക്കിൻ്റെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ശരിക്കും ഡെവലപ്പായി വരണം. മെർസിഡീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഷോറൂമിലുണ്ട്, അവർ വേറെയും ഇതായിട്ട് ടൈഅപ്സ് എല്ലാം ഉണ്ട് ഇലക്ട്രിക്കൽ ചാർജിങ് സ്റ്റേഷനിലായിട്ട്. എന്നാൽ പോലും ചില ഘട്ടത്തിൽ നമ്മൾ പെടും. അപ്പോൾ അത് നമുക്കെല്ലാം റീസെൻ്റ് അനുഭവങ്ങളെല്ലാം ഉണ്ട്, അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ എപ്പിസോഡിൽ വരില്ല. അതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇലക്ട്രിക് റെഡി ആയിട്ടുണ്ടോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മളൊരു സെറ്റായിട്ടുള്ളൊരു ഡ്രൈവിംഗ് നേച്ചറാണ്, ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട് എന്നെല്ലാം വെക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ഉപയോഗിക്കാം. അതെല്ലാം നമ്മൾ എടുത്ത് പോയി നമ്മൾ അവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് പോയി ഇങ്ങനെ പോകുന്ന രീതിയിലുള്ള യൂസ് എല്ലാം ആണെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള ജോബും അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെന്നില്ല. ആ ഘട്ടത്തിലെല്ലാം നമ്മൾ ചാർജിങ്ങിന് വേണ്ടി എടുക്കുന്ന എഫേർട്ടും സമയവും അതിൻ്റെ കണ്ടെത്തേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കാണണം. അപ്പോഴായിരിക്കും ചിലപ്പം ഇതൊരു ഈസി ടു യൂസ് അല്ലാതായി മാറുക. അത് നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. അത് പൊതുവേ ഉള്ള ഇലക്ട്രിക്കിൻ്റെ ഒരു കാര്യമാണ്, ഇതിൻ്റെ മാത്രം പ്രശ്നമല്ല. സോ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ച് രാംബാഗ് പാലസിൽ എത്തിയിരിക്കുകയാണ്, പോർച്ചിലെത്തി. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് നല്ല സ്പീഡിൽ വരേണ്ടി വന്നു, കാരണം മറ്റേ മീഡിയക്കുള്ള വണ്ടി കൊടുക്കണം, ബ്ലോക്ക് കുടുങ്ങി. അതെല്ലാം നോക്കി. പക്ഷേ ഞാൻ ഒരു ബെഞ്ച് മാർക്ക് ചെയ്യാൻ 50% ബാറ്ററി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന റേഞ്ച് വെച്ചിട്ട് ഞാൻ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ സ്പീഡിൽ വന്നപ്പോൾ ഡ്രോപ്പ് ആയെങ്കിൽ എന്നാലും ഒരു 400 കിലോമീറ്റർ 412 കിലോമീറ്റർ മറ്റും നമുക്ക് കിട്ടുന്ന രീതിയിലാണ് കിട്ടില്ല. അപ്പോൾ നമുക്കത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചാൽ എന്തായാലും 450 കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളതും വണ്ടിനെ കുറിച്ചൊരു അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക. അടുത്താണ് മറ്റൊരു എപ്പിസോഡ് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വിത്ത്.